അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ ഹാപ്പിനെസ് പാർക്ക് പൂക്കോട്ടുംപാടത്ത് തട്ടിയേക്കലിൽ ഒരുങ്ങുന്നു. ഇതിന്റെ മുന്നോടിയായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കേമ്പിൾ രവിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും നിർദ്ദിഷ്ട പ്രദേശം സന്ദർശിച്ച് സ്ഥലപരിശോധന നടത്തി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാർക്ക് നിർമ്മിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമീർ വള്ളിക്കാടൻ ബോർഡ് യോഗത്തിൽ വെച്ച നിർദ്ദേശപ്രകാരമാണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതെന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കേമ്പിൾ രവി പറഞ്ഞു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീ അമീർ വള്ളിക്കാടന്റെ കൺസേർഡ് മെമ്പർ അമീർ വള്ളിക്കാടൻ അദ്ദേഹത്തിന്റെ ഡിവിഷനിൽപ്പെട്ട ഈ പ്രദേശത്ത് ഒരു ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചിരുന്നു. ആ നിർദ്ദേശം വെച്ചതിന് ഞാനും അതിന് വേണ്ട പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമീർ വള്ളിക്കാടന്റെ ഈ ഡിവിഷനിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദ്യത്തെ ഹാപ്പിനെസ് പാർക്ക് തട്ടിയേക്കൽ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധം ഇവിടുത്തെ നാട്ടുകാർക്കുമുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. അതിന് മുൻകൈയെടുത്ത അമീർ വള്ളിക്കാരനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അവളത് പറയാൻ കാരണം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമല്ല, ഈ ഗ്രാമത്തിന്റെ ഒരു തുടുപ്പായിട്ടാണ് ഹാപ്പിനെസ് പാർക്ക് വരേണ്ടത്. അതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും ഇതിന് വേണം. അതിന് ഇവിടുത്തെ കൺസേർഡ് വാർഡ് മെമ്പർ ശ്രീ കുഞ്ഞി മുഹമ്മദിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്ത ഫണ്ടുകൾ നമ്മൾക്ക് MP-യുടെയും MLA-യുടെയും സ്കീമിൽ ഉൾപ്പെടുത്തി ബാക്കി വരുന്ന ഫണ്ടുകൾ ഉണ്ടാക്കി ഇത് വലിയ മഹത്തായി പ്രദേശത്തിന്റെ ഒരു ഐക്കണാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി സ്ഥലം ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളത്. ഇത് പൂവണിയാൻ പൂർത്തീകരിക്കാൻ ഈ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ശ്രീ ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഈ ക്ലബ്ബുകളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് പ്രത്യേകിച്ച് ഈ നീർത്തട സംരക്ഷണത്തിന്റെ ഒക്കെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വലിയ മുന്നൊരുക്കം നടത്തുമ്പോൾ അതിന് ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഇവരുടെ നേതൃത്വം നടത്തിയ നിവേദനം ശ്രീ അമീറിന് തന്നിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്. അത് പൂർത്തീകരിക്കേണ്ട ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഈ ക്ലബിന്റെ ഭാരവാഹികൾക്ക് ഇതിന് നേതൃത്വം കൊടുക്കൽ വളരെ അഭിനന്ദനങ്ങൾ. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീർത്തട സംരക്ഷണത്തിന്റെ കൂടി ഭാഗമായി വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിക്കായി പുലത്ത് ഷാജിയുടെ നേതൃത്വത്തിലുള്ള ക്ലബ്ബുകളുടെയും യുവാക്കളുടെയും കൂട്ടായ്മയായ അമരമ്പലം റീജിയണൽ സിൻഡിക്കേറ്റ് വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പദ്ധതി കൂടുതൽ മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെയും പിന്തുണ അനിവാര്യമാണെന്നും വാർഡ് മെമ്പർ കുഞ്ഞി മുഹമ്മദിന്റെ ഭാഗത്തു നിന്നും ഇതിനായുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും ജനപ്രതിനിധികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾക്ക് പുറമെ MP, MLA ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തി ഈ പാർക്കിനെ പ്രദേശത്തിന്റെ ഒരു ഐക്കണാക്കി മാറ്റിയെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണവും ജനപ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. പ്രദേശത്തെ ഒരു പ്രധാന കുളം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. പ്രദേശത്തെ ജലസ്രോതസ് വറ്റാതെ നിലനിർത്തുക എന്നതാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. യുവാക്കളുടെയും ക്ലബ് പ്രവർത്തകരുടെയും അപേക്ഷ പരിഗണിച്ച് സിൻഡിക്കേറ്റിന്റെയും മറ്റും കൂട്ടായ്മയിൽ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കുളം സംരക്ഷണത്തോടൊപ്പം തന്നെ മുതിർന്ന പൌരന്മാർക്കായി ഒരു വയോജന പാർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. സിൻഡിക്കേറ്റ് ഭാരവാഹികൾ, പ്രദേശവാസികൾ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ഈ ക്ലബ്ബുകളുടെ കൂട്ടായ്മ സിൻഡിക്കേറ്റും അതിലൊരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി ഞങ്ങൾക്ക് തന്നിരുന്നു. അതുമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ ഈ പ്രത്യേകിച്ച് നമ്മൾ കുളം തോടൊക്കെ സംരക്ഷിക്കേണ്ടത് ഈ വെള്ളത്തിൻ്റെ സ്രോതസ് നിലനിർത്തുന്നതിനും ഒക്കെ വളരെ ഉപകാരപ്പെടും. എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കുളം സംരക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വയോജന പാർക്കും കൂടി, ഒരു ഹാപ്പിനെസ് പാർക്ക് ഇവിടെ ഉണ്ടാക്കാനുള്ള പദ്ധതിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായം വേണം മാത്രം. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.